എല്ലാവർക്കും നമസ്കാരം. ഹണി ഡ്രോപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് അമൃതം പൊടി വെച്ചിട്ടൊരു പ്ലം കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ അമൃതം പൊടി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അംഗൻവാടിയിലൊക്കെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് സാധാരണ എല്ലാവരും കുറുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തിന്നാനൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ അമൃതം പൊടിയുടെ പാക്കറ്റ്. ഇതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം, ഇടിയപ്പം ഉണ്ടാക്കാം, പായസം, ലഡു, ജിലേബി, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്കുണ്ടാക്കാം. അപ്പം നമുക്കിന്ന് പ്ലം കേക്കിൻ്റെ രീതിയിൽ നമുക്കൊരു കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതേപോലെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുക്കുന്ന ബൗളൊക്കെ ഒട്ടും നനവുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല ഉണങ്ങിയിരിക്കുന്ന ബൗളായിരിക്കണം. അതിലേക്ക് ഞാൻ 1 കപ്പ് അമൃതം പൊടി എടുക്കുന്നുണ്ട്. 1 കപ്പ് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം 1 കപ്പ് അമൃതം പൊടി, 1/2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇതൊരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇനി നമുക്ക് ഇതിലോട്ടിടേണ്ടത് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു അരിപ്പയിലിട്ടൊരു 2 പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് അരിപ്പയിലിട്ട് ഒരു 2 തവണയൊക്കെ നല്ലപോലെ അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിലൊന്നും ഒട്ടും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. അതിലേക്ക് ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു 2 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ക്യാരമൽ സിറപ്പ് ഒരു 1/4 കപ്പാണ്, 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ക്യാരമൽ സിറപ്പ് ഒഴിക്കുന്നതാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും. അതല്ല നമുക്ക് പഞ്ചസാര 1/4 കപ്പ് ഇട്ടാലും മതി. ക്യാരമൽ സിറപ്പ് ഒഴിച്ച് അതും ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരിച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2 ബാച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചിട്ട്, നല്ലപോലെ ഒന്നും വേണ്ട, ഒരു ഫസ്റ്റ് സ്പീഡ് മാത്രം ഇട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒത്തിരി ഇട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇതേപോലെ ആദ്യത്തെ ബാച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, നമുക്ക് ഈ സമയത്ത് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതൊന്ന് സോക്ക് ചെയ്ത് നേരത്തെ ഒരു 5-6 മാസത്തിന് മുമ്പ് ഗ്രേപ്പ് ജ്യൂസിനകത്ത് മുന്തിരിയൊക്കെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഉള്ളത് കാരണം കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഇതിനകത്ത് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പ്ലം കേക്കിനൊക്കെ സാധാരണ സോക്ക് ചെയ്ത് വെക്കുമല്ലോ, ആ ഒരു രീതിയിൽ ഒരു 5-6 മാസം മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്പാച്ചില വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ടിന്നോ, ഇതേപോലെ ഒരു ടിന്നില്ലെങ്കിൽ ചോറ്റുപാത്രമൊക്കെ ഉണ്ടല്ലോ, അതേപോലെ എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് നമുക്ക് ചെയ്താൽ മതി. അതിലുണ്ട് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് നല്ല ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ഒത്തിരി റെസിപ്പികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് വേറൊരു റെസിപ്പിയായും ഞാൻ ഇടുന്നുണ്ട്, അതും എല്ലാവരും ഒന്ന് കാണണം. അപ്പം
അപ്പം നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനകത്ത് വയ്ക്കാം, അതല്ലെങ്കിൽ കുക്കറിൽ ഇപ്പോൾ എല്ലാവരും കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊരു 3/4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കുക്കറിലൊക്കെ ആണെങ്കിൽ. ഞാൻ ഓവനകത്ത് 180 ഡിഗ്രിയിൽ ഒരു അരമണിക്കൂർ വയ്ക്കുന്നുള്ളൂ. അപ്പം ഞാൻ വേണ്ട ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് എടുത്തപ്പോൾ നല്ല കുക്കായിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം ഒന്ന് ചൂടുണ്ട്. ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. ചൂട് നല്ലതുപോലെ ഒന്നിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ട് പാത്രത്തിൽ പിടിക്കാനായിട്ട് ശരിക്കും പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കണ്ടോ, നല്ലൊരു പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമൃതം പൊടി വെച്ച് തന്നെ വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.